നമസ്കാരം, ഞാൻ മൃണാൾ. രണ്ട് അത്ഭുതങ്ങൾ, വിശ്വസിക്കാൻ ലേശം ബുദ്ധിമുട്ടുള്ള രണ്ട് അത്ഭുതങ്ങൾ പരിചയപ്പെടുത്തലാണ് എൻ്റെ ഇന്നത്തെ ലക്ഷ്യം. ഫുഡ് സ്ട്രീറ്റ് എന്നൊക്കെ പറയില്ലേ, സ്ട്രീറ്റ് ഫുഡ് മുതൽ എല്ലാ സംഭവങ്ങളും ഒരു സ്ഥലത്ത് കിട്ടുന്ന ഒരു സ്ഥലം. ഇത് പനമ്പള്ളി നഗറിന് അടുത്തുള്ള സ്ട്രീറ്റ് സ്റ്റോറാണ്. അതുപോലെ വേറൊരു മനുഷ്യനുണ്ട്. എത്ര കടയുണ്ട് ഇവിടെ? 7 കട. 7 കടയിൽ നിന്നുള്ള മൊത്തം മെനു ആണ്. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ആരോട് ഓർഡർ ചെയ്താലും പിന്നെ ഒരു വെയിറ്ററിന് എല്ലാം കൊടുക്കും, ഒരു ബില്ല്. അത് കൊള്ളാലോ. അപ്പൊ 7 റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഫുഡ് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് വേണം, ഇതിൽ നിന്നൊന്നോ അങ്ങനെ ഓർഡർ ചെയ്യാം. ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് 7 റെസ്റ്റോറൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഒരാൾ കോർഡിനേറ്റ് ചെയ്തിട്ട് തരികയാണ്. അതിനെക്കുറിച്ചാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങൾ ഒരു MBA അഡ്മിഷൻ്റെ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. MBA അഡ്മിഷൻ്റെ ഇൻ്റർവ്യൂവിന് പോയിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, നിങ്ങളെല്ലാം ഹാപ്പിയാണ്, നിങ്ങൾ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ച യൂണിവേഴ്സിറ്റി. പക്ഷെ നിങ്ങൾക്ക് ക്യാമ്പസിൻ്റെ ചോയ്സസ് കേരളത്തിൽ മലപ്പുറം മുതൽ കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ലക്നൗ, ഇൻഡോർ, നോയിഡ, മൊഹാലി ക്രിക്കറ്റ് സ്റ്റേഡിയം ഇല്ലേ? സോ അങ്ങനത്തെ 24 ക്യാമ്പസ് അല്ലേ ഇന്ത്യയിൽ മുഴുവൻ. അത് നല്ല പരിപാടിയല്ലേ? ഐ മീൻ നമുക്ക് വേണമെങ്കിൽ എല്ലായിടത്തും ഒരു ഇന്ത്യ ടൂർ, ഒരു ബുള്ളറ്റ് മേടിച്ചിട്ട് നടത്താനുള്ള ഒരു പരിപാടിയും കൂടെ അതിൻ്റെ കൂടെ നടക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാദ്യം ഫീസ് തരണ്ടല്ലോ. ഇല്ല, ഫീസ് വേണ്ട. ഇത് പേ ആഫ്റ്റർ പ്ലേസ്മെന്റ് എന്നുള്ള മോഡലാണ് നമ്മുടെ ഫീ മൊഡ്യൂൾ വരുന്നത്. അതായത് സെലക്ഷൻ കിട്ടുന്ന ഒരു കുട്ടിക്ക് അവർ ഒരു നോമിനൽ എമൗണ്ട് മാത്രം ഇനീഷ്യൽ പേ ചെയ്യുക. അത് 1,25,000. അതിൽ തന്നെ അവർ നമ്മുടെ ടെസ്റ്റ് ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പ് കിട്ടും. അപ്പോൾ ഈ സ്കോളർഷിപ്പ് കഴിച്ചുള്ള എമൗണ്ട് മാത്രമേ അവർ ഇനീഷ്യൽ പേ ചെയ്താൽ മതി. ഇനി ഒരു സ്കോളർഷിപ്പും കിട്ടില്ലെങ്കിൽ അടക്കേണ്ട എമൗണ്ട് 1,25,000. അങ്ങനെ 2 ഇയേഴ്സ് കോഴ്സ്. ഇപ്പോൾ 2 ഇയേഴ്സ് ഒരു പൈസയും തരണ്ട. ഈ 1,25,000 മാത്രം അത് ആദ്യം തന്നല്ലോ. ആദ്യം തന്നു. നിങ്ങൾ മര്യാദയ്ക്ക് MBA പഠിപ്പിക്കുമോ? ഐ മീൻ മര്യാദയ്ക്ക് MBA പഠിപ്പിക്കും, പൈസ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊള്ളാം. ഇതിലെന്താ വെച്ചാൽ നമുക്ക് MBA ചെയ്യാൻ PGDM തുടങ്ങിയ കോഴ്സുകൾ ചെയ്യാൻ ഇന്ത്യയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിന് ഓൾമോസ്റ്റ് 80 ക്യാമ്പസുകളും MBA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 8-9 കോളേജസ് PGDM കൊടുക്കുന്നുണ്ട്. അപ്പോൾ എവിടുന്നും കുട്ടികൾക്ക് കോഴ്സ് ചെയ്യാം. പക്ഷേ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം. നമ്മൾ ഏതൊരു സ്ഥാപനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഏതൊരു കമ്പനി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഈവൻ നമ്മളിപ്പോൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലെ വാച്ച് ആവട്ടെ, മൊബൈലാവട്ടെ, ഫോണാവട്ടെ, പിന്നെ സിം ആവട്ടെ, ഫർണിച്ചർ ആവട്ടെ, ഇനി IT കമ്പനി ആവട്ടെ, ഏതൊരു കമ്പനിയും HR, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഇതൊന്നും ഇല്ലാണ്ട് ഒരു കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത്രയും ഓപ്ഷൻസ്, ജോലി സാധ്യതയുള്ള കോഴ്സാണ് ശരിക്കും MBA PGDM തുടങ്ങിയ കോഴ്സുകൾ. പക്ഷേ കുട്ടികൾ പ്ലേസ്ഡ് ആവുന്നില്ല എന്നുള്ളതാണ് കുട്ടികൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രയാസം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അതിനുള്ളൊരു സൊല്യൂഷനാണ്. അതായത് 2 ഇയേഴ്സ് ഒരു കുട്ടി കോഴ്സ് ചെയ്യാം. ആ കോഴ്സ് കഴിഞ്ഞിട്ട് ജോബ് അവൻ കണ്ടെത്തേണ്ട, ഞങ്ങൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ ഞങ്ങൾ ജോബ് കൊടുക്കും. അതിനുശേഷം മാത്രം ഫീസ് തന്നാൽ മതി. ഇനി ഒരു കുട്ടി പ്ലേസ്ഡ് ആയില്ലെങ്കിൽ ആ കുട്ടിക്ക് ഫീസ് ഇല്ലാന്ന് അർത്ഥം. അതായത് അവൻ്റെ ഫീസ് എന്ന് പറയുന്നത് അവൻ പ്ലേസ്ഡ് ആയതിനു ശേഷം മന്ത്ലി സാലറി എത്രയാണോ വരുന്നത് അത്. ഒരു സെക്കൻഡ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാം, MBA പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് പ്ലേസ്മെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ കുട്ടി പൈസ തരണ്ട. വേണ്ട, ആ കുട്ടി ഫീസ് അടക്കണ്ട. അത് പേ ആഫ്റ്റർ പ്ലേസ്മെന്റ് എന്ന് പൈസ തരണ്ട. ഇത് ഒരു പൈസ തരണ്ട. അതായത് നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതായത് നമ്മുടെ അഡ്മിഷൻ ലെറ്ററിൽ വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അല്ലല്ല, ഇതിൽ വേറൊരു വലിയ പ്രശ്നമുണ്ട്. ഇതിൽ എനിക്ക് മനസ്സിലാവാത്തൊരു വലിയ പ്രശ്നമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് മുതലാവുക? അതുകൊണ്ട് ഞങ്ങൾ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് ഇനീഷ്യൽ ചെയ്യുന്നു. അതായത് സാധാരണ കോളേജിൽ പോലെ നേരെ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്ന പ്രൊസീജിയറല്ല ഞങ്ങൾ ചെയ്യുന്നത്. താല്പര്യമുള്ള കുട്ടി അവൻ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളൊരു ടെസ്റ്റ് അവന് ഷെഡ്യൂൾ ചെയ്യും. ആ ടെസ്റ്റ് അവൻ അറ്റൻഡ് ചെയ്യുക. 1 hourൽ 40 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 30 മിനിറ്റ്സിൽ 25 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം അവനൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇതെല്ലാം ഓൺലൈനാണ്. ഈ ഓൺലൈൻ ഇൻ്റർവ്യൂ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും. അതും കൂടെ കഴിഞ്ഞ് മാത്രമാണ് ഇതിൽ രണ്ടിലും കിട്ടുന്ന കുട്ടികൾക്കാണ് നമ്മൾ അഡ്മിഷൻ. ഒരു ഇനീഷ്യൽ ഫിൽട്രേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്.
അപ്പോൾ കുറച്ചൊരു ഐഡിയ ഉള്ള കുട്ടികൾക്ക് നമ്മൾ അഡ്മിഷന് കൊടുക്കുന്നുള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടിയുള്ള ട്രെയിനിങ് ഒക്കെ നമ്മൾ നമ്മുടെ ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ജ്യൂസ്, ഈ ജ്യൂസ് ഇത് നിങ്ങൾ കുടിച്ചോ? അതായത് ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ഓണർ ആണെങ്കിൽ ഈ ജ്യൂസ് നിങ്ങൾ കുടിച്ചോ? നിങ്ങൾ ഫുള്ളി ഹാപ്പി ആണെങ്കിൽ മാത്രം പോകാൻ നേരത്ത് പൈസ എന്ന് പറയുന്ന പോലെയല്ലേ ഇത്? ഇത് ഭയങ്കര റിസ്ക് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഞാൻ ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് ഈ റിസ്ക് നിങ്ങൾ കവർ ചെയ്യുന്നത്? ഇപ്പോൾ ഈ ഹോട്ടൽ ഓണർക്ക് ഈ ജ്യൂസിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഈ ജ്യൂസ് കഴിച്ച് കഴിഞ്ഞാൽ ആരും മോശം പറയൂല. അതുകൊണ്ട് ഇത് കുടിച്ച് കഴിഞ്ഞ ശേഷം എനിക്ക് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്ഷൻ വയ്ക്കാമല്ലോ. ഇപ്പം ഞാൻ നിങ്ങളുടെ ഈ പ്രോഗ്രാം എടുക്കുകയാണ്. ഈ പറയുന്ന 1,00,000 ചില്ലറ തന്നിട്ട് ഞാൻ ഈ പ്രോഗ്രാം എടുത്തു. ഓക്കെ. എൻ്റെ വാപ്പ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഒമാനിലാണ്. ഞാൻ MBA കഴിഞ്ഞിട്ട് നിങ്ങൾ പ്ലേസ്മെൻറ്റ് എനിക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി വന്ന് ഇൻ്റർവ്യൂ ചെയ്യാണ്, എന്നെ നൈസായിട്ട് ഉഴപ്പി, ആ കമ്പനി എന്നെ എടുക്കൂല അല്ലേ? തീർച്ചയായും. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് എനിക്ക് അടുത്ത ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് തന്നു, ഞാൻ അതും ഉഴപ്പി. കാരണം എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്ലേസ്മെൻറ്റ് കിട്ടരുത്, അത് നിങ്ങൾക്ക് പൈസ തരേണ്ടി വരരുത്. എന്നിട്ട് ഞാൻ ഉപ്പാനെ വിളിച്ച് പറയാം, അല്ല അച്ഛനെ വിളിച്ച് പറയാം, അച്ഛാ അവിടെ ഞാൻ ഒമാനിലേക്ക് വരികയാണ്. കാരണം എനിക്കതാണ് ഇഷ്ടം. ഇപ്പം വേറൊരു കോളേജിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പം കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട പല കോളേജിലും പോയി കഴിഞ്ഞാൽ 6 ലക്ഷം 7 ലക്ഷം കൊടുക്കേണ്ടതിന് വരെ നിങ്ങൾക്ക് 1.5 ലക്ഷം തരണ്ടു. അപ്പം എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് 5 ലക്ഷം 6 ലക്ഷം രൂപ ലാഭിക്കാം തരാതിരുന്നാൽ. ഞാനങ്ങനെ 2-3 ഇൻ്റർവ്യൂ ഉഴപ്പി പ്ലേസ്മെൻറ്റും കിട്ടിയില്ല, ഞാൻ പോവാന്ന് പറഞ്ഞ് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നല്ല ജ്യൂസ് പേ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതിൽ ആക്ച്വലി 3 മൊഡ്യൂളുണ്ട്. ഒരു മൊഡ്യൂൾ നമ്മൾ നേരത്തെ സംസാരിച്ച് പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ് എന്നുണ്ട്. 1,25,000 കൊടുക്കുന്നു, 2 years കോഴ്സ് ചെയ്യുന്നു. അതിനുശേഷം പ്ലേസ്മെൻറ്റ് ആകുന്നതിന് ശേഷം 10 month സാലറിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കുന്നു. ഇതൊരു മൊഡ്യൂൾ. രണ്ടാമത്തെ മൊഡ്യൂളുണ്ട്. 1,25,000 കൊടുക്കുന്നു, 2 years കോഴ്സ് ചെയ്യുന്നു. എനിക്ക് പ്ലേസ്മെൻറ്റ് വേണ്ട, പ്ലേസ്മെൻറ്റ് ഞാൻ ക്വിറ്റ് ചെയ്യണം. ഇപ്പോൾ 2.5 lakhs കൊടുത്തിട്ട് നമുക്ക് പ്ലേസ്മെൻറ്റ് ക്വിറ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ പാരൻസിന് ബിസിനസ്സോ അല്ലെങ്കിൽ അബ്രോഡ് പോകാനോ അങ്ങനെ എന്തെങ്കിലും ഇല്ല കുട്ടികൾ, അല്ലെങ്കിൽ ഈവൻ പെൺകുട്ടികൾ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് വേറെ ജോലി ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അത്തരം കുട്ടികൾക്കൊക്കെ പ്ലേസ്മെൻറ്റ് ക്വിറ്റ് ചെയ്യാം. 2.5 lakhs കൊടുത്താൽ മതി. അപ്പോൾ ആ കുട്ടിക്ക് ആകെ വരുന്നത് 1,25,000, ലാസ്റ്റിൽ 2.5, 3.75. അതും അത്രേ വരുള്ളൂ. അത് അവസാനം തന്നാൽ മതി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം. ചിക്കൻ ലെമൺ സൂപ്പ് നിങ്ങളൊരു 3 മൊഡ്യൂളിൻ്റെ കാര്യം പറഞ്ഞില്ലേ? അതായത് 1 1.25 ആദ്യം തരുന്നു, ഫുൾ പഠിക്കുന്നു, സ്മാർട്ടായിട്ട് പഠിക്കുന്നു, നിങ്ങൾ ഇൻ്റർവ്യൂസ് സെറ്റ് ചെയ്യുന്നു. 1ാമത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ചിലപ്പോൾ ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടിയ ജോലി ആ കുട്ടിക്ക് പറ്റൂല, 2ാമത് ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ 2-3 ഇൻ്റർവ്യൂവിൽ പ്ലേസ്ഡ് ആവുന്നു, എന്നിട്ട് പേ ചെയ്യും. രണ്ടാമത്തെ നിങ്ങൾ പറഞ്ഞു, ഇപ്പോൾ സേ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ പാരൻസ് വിദേശത്താണ്, അപ്പോൾ പഠിക്കാൻ വരുന്നു, അതിന് ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അത് ക്വിറ്റ് ചെയ്ത് പോകണമെന്നാണ്. സോ ജസ്റ്റ് പേ 2.5 lakhs ആൻഡ് സേ ഗുഡ് ബൈ. 3ാമത്തെ മൊഡ്യൂൾ നിങ്ങൾ പറഞ്ഞത് എന്താണ്? 3ാമത്തെ മൊഡ്യൂൾ വരുന്നത് 3,15,000 മൊഡ്യൂളാണ്. അതിനകത്ത് നമ്മൾ ഇനീഷ്യൽ ട്യൂഷൻ ഫീസും കൂടെ ആഡ് ചെയ്തിട്ടുള്ള മൊഡ്യൂൾ. സാധാരണ കോളേജിൽ പഠിക്കുന്ന പോലെ നമുക്ക് പാർട്ട് പേയ്മെൻ്റ് ആയിട്ട് 3,15,000 കൊടുക്കും. അങ്ങനെ 2 years കോഴ്സ് ചെയ്യാം. ഈ 2 years കോഴ്സ് കഴിഞ്ഞിട്ട് ഈവൻ ഈ കുട്ടിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ 3,15,000 റീഫണ്ട് ചെയ്യുന്ന മൊഡ്യൂൾ, 3rd മൊഡ്യൂൾ. ഫുൾ എമൗണ്ട് റീഫണ്ട്. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് 3,15,000 രൂപ തരുന്നു, ഞാൻ MBA പഠിക്കുന്നു, എന്നെ പ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ട് എന്നെ പ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ പൈസ മുഴുവൻ നിങ്ങൾ തിരിച്ചു തരും. 3,15,000 എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എനിക്ക് തരും. ഓക്കെ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ തോന്നുന്നുണ്ട് ഇത് നടക്കാത്തൊരു കാര്യം. ദിസ് ഇംപോസിബിൾ. കാരണം എനിക്ക് കോളേജുകൾ നടത്തുന്ന എത്രയോ ആൾക്കാരെ നേരിട്ട് പരിചയമുണ്ട്. ഒരു കോളേജ് നടത്താൻ എന്ത് ചെലവുണ്ട് എന്നുള്ളത് ഐ നോ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയുക, സാമൂഹ്യ സേവനം പോലത്തെ ഒരു പരിപാടി ഓഫർ ചെയ്യുമ്പോൾ ഓക്കെ, നിങ്ങളുടെ ഹിസ്റ്ററി എന്താ? നിങ്ങളുടെ കഴിഞ്ഞ കൊല്ലമൊക്കെ നിങ്ങൾ പഠിപ്പിച്ച പിള്ളേരുടെ ഹിസ്റ്ററി എന്താ? അവരെന്താ ആയോ? അവർ പ്ലേസ്ഡ് ആയോ? അവർ പോയോ? അവർ നിങ്ങൾക്ക് എത്ര പൈസ തന്നു? എങ്ങനെയായി നടന്നു? എന്താ എൻ്റെ ഒരു നമുക്ക് വിശ്വസിക്കണ്ടേ? ഇപ്പം എൻ്റെ അനിയനെയോ അല്ലെങ്കിൽ എൻ്റെ മോളെയോ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കണമെങ്കിൽ എനിക്കൊരു വിശ്വാസം വേണ്ടിയില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ടു ഗുഡ് ടു ബി ട്രൂ ആണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ അടുത്ത് കുട്ടികൾ ചോദിക്കാറുണ്ട്, പാരൻസ് ചോദിക്കാറുണ്ട്. ലാസ്റ്റ് 8 years ആയിട്ട് ഞങ്ങൾക്ക് നല്ല ഹിസ്റ്ററി ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് തുടങ്ങി നോയിഡ
പിന്നെ നോയിഡയിലൊക്കെ തുടങ്ങിയ ക്യാമ്പസുകളിലൊക്കെ നല്ല ഹിസ്റ്ററി ഉണ്ട് നമുക്ക്. അതിനുശേഷം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 2 ക്യാമ്പസ് വെച്ചിട്ടാണ്, പിന്നത്തെ വർഷം 4 ക്യാമ്പസായി. ഇപ്പോൾ നമുക്ക് 24 ക്യാമ്പസുകളാണ് ഈ പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കുന്ന ക്യാമ്പസുകളുണ്ട്. ഇത് തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്തരം രീതിയിലേക്ക് പോകുന്നത്. ഇനി 100 ക്യാമ്പസുകളാണ് നമ്മൾ ഓൾ ഓവർ ഇന്ത്യയിൽ ഇത് ഇത്തരം രീതിയിൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കുട്ടികൾ പഠിച്ചിട്ട് അവർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്? തീർച്ചയായിട്ടും. നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിട്ട്, അതായത് നഷ്ടമില്ലാത്ത രീതിയിൽ സംഭവം നടക്കുന്നുണ്ട്? തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ക്യാമ്പസുകൾ എടുത്തിട്ട് വീണ്ടും വരുന്നത്. ഇനി കേരളത്തിൽ നമ്മൾ നെക്സ്റ്റ് ഇയറിൽ നമ്മുടെ പ്രസൻസ് കൂട്ടാൻ പോകാം. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് മലപ്പുറത്തിൽ ഒരു ക്യാമ്പസാണുള്ളത്. അത് ഇനി കേരളത്തിൽ 2 ക്യാമ്പസും കൂടി നമ്മൾ ക്യാമ്പസ് പാർട്ട്നേഴ്സ് ആക്കാൻ പോകാം. എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ ചിലവൊന്നുമില്ല, ഇൻ്റർവ്യൂ ചെയ്ത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നവരെ ചിലവൊന്നുമില്ല. ഞാൻ യെസ് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തരുന്നുണ്ട്. ഈ 24 ക്യാമ്പസ് എനിക്ക് പോയി കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും കാണാൻ പറ്റും. 24, അതായത് വെറുതെ ഇങ്ങനെ കാണാനല്ല, 24 ക്യാമ്പസ് എനിക്ക് ചുറ്റി നടന്ന് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, അവിടെ എന്തൊക്കെ ലാബ്സ് ഉണ്ട്, അവിടെ പഠിക്കുന്ന കുട്ടികളോട് സംസാരിക്കാനോ അവിടെ പഠിക്കുന്ന ടീച്ചേഴ്സിനോട് എല്ലാം എനിക്ക് പറ്റുമോ? പറ്റും. ഇതിപ്പം ഓക്കെ, ശരി. ഇതിപ്പം ഒരു കുട്ടി ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നു, ആ കുട്ടിയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, നിങ്ങൾ ആ കുട്ടിയോട് ഒരു ക്യാമ്പസ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഈ പറയുന്ന 24 ക്യാമ്പസിൽ ഏതെങ്കിലും ഒരു ക്യാമ്പസ് ആ കുട്ടി സെലക്ട് ചെയ്തു. എന്തൊക്കെ കോഴ്സസിൻ്റെ ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത്? നമുക്ക് കോഴ്സുകളുള്ളത് MBA, PGDM, BBA, MCA, ഇത്തരം കോഴ്സുകളാണുള്ളത്. എല്ലാ കോളേജുകളിലും എല്ലാ കോഴ്സുകളും ഇല്ല. ചില കോളേജുകളിൽ മാത്രമാണ് BBA കൊടുക്കുന്നത്, ചില കോളേജുകളിൽ മാത്രമാണ് MCA കൊടുക്കുന്നത്. പക്ഷേ മറ്റെല്ലാ കോളേജുകളിലും MBA, PGDM തുടങ്ങിയ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ MBAയിലും PGDM-ലും ഈ പറയുന്ന ഇപ്പോൾ പഠിച്ചോ പിന്നെ പൈസ തന്നാമെന്നുള്ള പ്രോഗ്രാമുള്ളത് അല്ലേ? BBAക്കും ഉണ്ട്, MCAക്കും ഉണ്ട്. BBAക്കും MCAക്കും ഉണ്ട്. പക്ഷേ BBA കുറച്ച് ചോയ്സ് മാത്രമേ ഉള്ളൂ, ചില ക്യാമ്പസ് ചോയ്സസ് കുറവാണ്. ഈ MBAയുടെ ഒരു ഗ്ലാമർ PGDM-നുണ്ടോ? തീർച്ചയായിട്ടും. ഒന്ന് നമുക്ക് എന്താ വെച്ചാൽ നോർത്ത് ഏരിയയിലെ കുട്ടികൾക്ക് കൂടുതൽ MBAനേക്കാളും കൂടുതൽ ഇഷ്ടം PGDM പ്രോഗ്രാമിനോടാണ്. നമ്മൾ സൗത്തിലേക്ക് വരുമ്പോൾ കുട്ടികൾ കേട്ടിട്ടുള്ളത് കൂടുതൽ MBA എന്നുള്ള കോഴ്സാണ്. രണ്ടും നമ്മുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഡിഗ്രി 50% മാർക്കോട് കൂടി പാസ്സാവുക എന്നുള്ളതാണ് ഒരു എലിജിബിലിറ്റി. ചില യൂണിവേഴ്സിറ്റീസ് ജസ്റ്റ് പാസ്സായ കുട്ടികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഭാരതീയ യൂണിവേഴ്സിറ്റി രണ്ടുള്ള ക്യാമ്പസുകൾ ജസ്റ്റ് പാസ്സായാലും നമുക്ക് ഹയർ സ്റ്റഡീസിന് പറ്റും. മറ്റുള്ള യൂണിവേഴ്സിറ്റിയൊക്കെ 50% മിനിമം ഡിഗ്രിക്ക് മാർക്ക് വേണം. പിന്നെ ഏതെങ്കിലും ഒരു എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അത് MBAക്ക് ആണെങ്കിലും PGDM ആണെങ്കിലും ഒരുപോലെ തന്നെയാണ്. ഒരു വ്യത്യാസമുള്ളത് MBAക്ക് ഇയർലി 2 സെമസ്റ്റർ എന്നുള്ള രീതിയിൽ 2 വർഷം കൊണ്ട് 4 സെമസ്റ്റർ ഉണ്ടാവും. ഇത് PGDM-ലേക്ക് വരുമ്പം ട്രൈമസ്റ്ററാണ്, അതായത് ഒരു വർഷത്തിൽ 3 സെമസ്റ്റർ പോലെ ഉണ്ടാവും. ഇപ്പോൾ 2 വർഷം കൊണ്ട് 6 സെമസ്റ്റർ ഉണ്ടാവും. പിന്നെ PGDM-ന് ഓൾമോസ്റ്റ് കോഴ്സ് കഴിഞ്ഞ് കോഴ്സിൻ്റെ ലാസ്റ്റ് 9 മന്ത്സ് ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവും. MBAക്ക് ആണെങ്കിൽ ലാസ്റ്റ് 6 മന്ത്സ് ആയിരിക്കും ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവുക. ഇവിടെ ഞങ്ങൾ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് കൂടെ കൊടുക്കുന്നു. ഈ കോഴ്സിൽ ഈ 2 വർഷത്തെ കോഴ്സ് ചെയ്യുമ്പോൾ അവർ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ആ ഇൻറ്റേൺഷിപ്പിൽ കുട്ടികൾക്ക് അങ്ങോട്ട് സ്റ്റൈപ്പൻഡും കൂടെ കിട്ടും. ഇപ്പോൾ കുട്ടികളുടെ ചോയ്സ് ആണല്ലേ, MBA വേണോ PGDM വേണോ, എന്താ വേണ്ടതെന്നുള്ളത് കുട്ടികളുടെ ചോയ്സ് ആണല്ലേ. അവർക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കാം. ഒരാൾക്ക് താല്പര്യമുണ്ടെന്ന് വിചാരിക്കുക, അയാൾ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക, അയാൾ ആരെ അപ്രോച്ച് ചെയ്യേണ്ടത്. അതുപോലെ ഇപ്പം അയാൾക്ക് അഡ്മിഷൻ കിട്ടി, ഇപ്പോൾ 1,15,000 പേ ചെയ്യണമല്ലോ. അത് 1,25,000 അത് ഒരുമിച്ച് പേ ചെയ്യണോ അതോ ഇൻസ്റ്റാൾമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ? അത് കുട്ടികൾ അവരുടെ നെയിം, നമ്പർ, മെയിൽ ID നമുക്ക് വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ മെയിലിലൂടെയോ അവർ അയക്കും. എന്നിട്ട് ആ മെയിൽ IDയിലേക്ക് നിങ്ങൾ അപ്ലിക്കേഷൻ്റെ ലിങ്ക് അയക്കും. അതിനകത്ത് കയറിയിട്ട് അവർ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ടെസ്റ്റ് ഷെഡ്യൂൾ ചെയ്യും. ആ ടെസ്റ്റിൻ്റെ ലിങ്കും അവരുടെ മെയിലിലേക്കാണ് വരിക. അതിനകത്ത് കയറിയിട്ട് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം അവർക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള മെയിൽ പോകും. ആ ഇൻ്റർവ്യൂ അവർ അറ്റൻഡ് ചെയ്യും. അതിനുശേഷം സെലക്റ്റഡ് ആണെന്നെങ്കിൽ അവർക്ക് ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യും. അപ്പോൾ നന്നായിട്ട് ടെസ്റ്റും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ഇപ്പോൾ 60,000 വരെ സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികളുണ്ട്. അത് 1,25,000 നല്ലപോലെ ടെസ്റ്റും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി ആകെ പേ ചെയ്യേണ്ടത് 65,000 മാത്രം. ഓൾമോസ്റ്റ് പകുതി 65,000. ഒത്തിരി കുട്ടികൾ ഇപ്പോൾ എല്ലാ ക്യാമ്പസിലേക്കും ഒത്തിരി കുട്ടികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ ജില്ലകളിൽ നിന്നും അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് അഡ്മിഷൻ ഞങ്ങൾ ലാസ്റ്റ് സ്റ്റേജിലാണ്. ഈ 25th കൂടി ഞങ്ങൾ അഡ്മിഷൻസ് ക്ലോസ് ചെയ്യാൻ പോകും. ഒരു 1,25,000 ഒരു കുട്ടിക്ക് സെലക്ഷൻ കിട്ടിയത്. സ്കോളർഷിപ്പ് ഒന്നും കിട്ടിയില്ല. ആൾ ചെയ്യേണ്ടത് 10,000 ഇനീഷ്യൽ പേയ്മെൻറ്റ് ചെയ്യാം. അതിനുശേഷം പിന്നെ നമ്മൾ ആ ഓഫർ ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും
പാർട്ട് പേയ്മെൻറ്റ് 2-3 തവണകളായിട്ടാണ് ഈ 1,25,000 പേ ചെയ്യുന്നത്. ഇനി സ്കോളർഷിപ്പ് ആണെങ്കിലും ചെയ്യേണ്ടത് 10,000, നെക്സ്റ്റ് പേയ്മെൻറ്റ് 55,000. ഇനി എത്രയാണ് സ്കോളർഷിപ്പ് ബാക്കി എമൗണ്ട്, അങ്ങനെ 2-3 ഇൻസ്റ്റാൾമെൻറ്റ് വെച്ചിട്ട് അവർ പേ ചെയ്താൽ മതി. നിങ്ങൾ ഈ ടെസ്റ്റ് ഇടയിലിടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് പഠിക്കാൻ താല്പര്യമില്ല. കാരണം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ ഈ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ ഭയങ്കര ടഫാണ്. കുട്ടികൾക്ക് തോന്നുന്ന ഒരു സംശയം തന്നെയാണ് ഈ ടെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ. എല്ലാവർക്കും ടെസ്റ്റ് കേൾക്കുമ്പോൾ പേടിയാണ്, പിന്നെ താല്പര്യമില്ലാത്ത സംഭവം. ടെസ്റ്റ് അത്ര ടഫുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ടഫുള്ള സംഭവമല്ല. നമ്മൾ അവരെ ട്രെയിൻ ചെയ്യും, അവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഷെയർ ചെയ്യും. ഞാൻ അഡ്മിഷനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ അഡ്മിഷൻ എടുക്കണം തന്നെയാണ് നമ്മളുടെ താല്പര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ ടെസ്റ്റിന് വേണ്ടിയിട്ടും ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ്, ഒരു പ്രീ ഇൻ്റർവ്യൂ നമ്മൾ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും. ഒരു പ്രീ ടെസ്റ്റ് പോലെയുള്ള അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ അവർക്ക് ഷെയർ ചെയ്യും. അതായത് ഒരു ആവറേജ് സ്മാർട്ടായിട്ടുള്ള ഒരാൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് അർത്ഥം. തീർച്ചയായിട്ടും. റൈറ്റ്. 1,25,000 തരണ്ടു. പക്ഷേ അതുപോലും തരാൻ പാങ്ങില്ലാത്തൊരു കുട്ടിയാണ്, നല്ല സ്മാർട്ടായിട്ടുള്ള സാധു കുട്ടി. നിങ്ങൾ അഡ്മിഷൻ കൊടുത്തു. ഈ 1,25,000 ഇപ്പോൾ സ്കോളർഷിപ്പ് ഒരു 30,000 കിട്ടിയെന്ന് വെച്ചു, ബാക്കി പൈസക്ക് ലോൺ എടുക്കാനുള്ള പരിപാടി കിട്ടുമോ? ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ 1,25,000 പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ് എന്ന മൊഡ്യൂൾ അത്തരം കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത്തരം കുട്ടികൾക്ക് പറ്റുന്ന മൊഡ്യൂളാണ് നമ്മുടെ മണി ബാക്ക് മൊഡ്യൂൾ. കാരണം നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുമ്പോൾ നമുക്കതിൽ ട്യൂഷൻ ഫീസ് വേണം. ട്യൂഷൻ ഫീസ് ഉണ്ടെങ്കിൽ മാത്രം എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പറ്റും. അപ്പോൾ ട്യൂഷൻ ഫീസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കേജ്, മണി ബാക്ക് പാക്കേജ് അവർ കുട്ടികൾ എടുക്കാം. 3,15,000 3,15. ഇത് ശരിക്കും തീർന്നു കേട്ടോ. 24 ക്യാമ്പസ്, ഭയങ്കര വലിയ ബിൽഡിങ്, ഇതൊക്കെ ഞാൻ കണ്ടു. ഒരു ക്യാമ്പസ് ഞാൻ നേരിട്ട് കണ്ടു, ഒക്കെ ഞാൻ സമ്മതിച്ചു. ഈ കോളേജുകൾക്ക് നല്ല അംഗീകാരം ഉണ്ടാ, അതോ പിള്ളേർ വഴിയാതാരാകുമോ? ഒരിക്കലുമില്ല. എല്ലാ കോളേജുകളും ഒന്നല്ലെങ്കിൽ AICTE, ഇപ്പോൾ PGDM നമ്മൾ കൊടുക്കുന്ന കോളേജുകളെല്ലാം AICTE അപ്രൂവ്ഡ് ആണ്, ഗവൺമെൻറ് ബോഡിയാണ്. ഇനി MBA കൊടുക്കുന്ന എല്ലാ കോളേജുകളും UGC അപ്രൂവ്ഡ് ആണ്. അപ്പോൾ അംഗീകാരത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളുമില്ല. അത് തന്നെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി കൺട്രോളിലുള്ള ക്യാമ്പസുകളുണ്ട്, പിന്നെ കർണാടക യൂണിവേഴ്സിറ്റി കൺട്രോളിലുള്ള ക്യാമ്പസുകളുണ്ട്, ഭാരതിയാർ യൂണിവേഴ്സിറ്റി കൺട്രോളിലുള്ള ക്യാമ്പസുകളുണ്ട്. ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ് കൺട്രോളിൽ വരുന്ന ക്യാമ്പസുകൾ വരെ കുട്ടികൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ. നിങ്ങളിപ്പോൾ അംഗീകാരത്തിൻ്റെ കാര്യം പറഞ്ഞു, സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു, പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞു, വിദ്യാഭ്യാസം ക്വാളിറ്റിയുള്ളതായിരിക്കും എന്ന് പറഞ്ഞു, ടെസ്റ്റ് നടത്തിയിട്ട് പിള്ളേരെ നല്ല ക്വാളിറ്റിയുള്ള പിള്ളേരെ മാത്രമേ എടുക്കുകയുള്ളൂ കൂടെ പഠിക്കാമെന്ന് പറഞ്ഞു, എല്ലാം നിങ്ങൾ പറഞ്ഞു. ഞാൻ 20 വയസ്സുള്ള ഒരു MBA പഠിക്കാൻ പോകുന്ന ഒരു ചെക്കനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പെണ്ണാണെങ്കിൽ എനിക്കിതിലല്ലല്ലോ പ്രധാനമായിട്ട് താല്പര്യമുണ്ട് പഠിക്കണമെന്ന്. പക്ഷെ എന്നാലും ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ഗെയിംസ്, പിന്നെ അതുപോലെ ഗാനമേള പരിപാടികൾ, മിമിക്സ്, അങ്ങനെ വല്ല പരിപാടിയും വേണ്ടേ കോളേജിൽ? അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒത്തിരിയുണ്ട്. നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്നു. അതുകൂടാതെ അവർക്ക് ആർട്സ്, സ്പോർട്സ് തുടങ്ങിയ ഫെസ്റ്റ് കാര്യങ്ങളെല്ലാം അതിലൊന്നും ഒരു കുറവില്ല. പിന്നെ നമ്മുടെ ക്യാമ്പസുകളൊക്കെ ഇപ്പോൾ നോർത്തിലേക്കുള്ള ക്യാമ്പസുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100 ഏക്കേഴ്സ് 250 ഏക്കേഴ്സ് ഒക്കെ വരുന്ന വലിയ വലിയ ക്യാമ്പസുകളാണ്. നമ്മളിവിടെ ഇപ്പോൾ കർണാടകയിലാണെങ്കിലും അത്യാവശ്യം തെറ്റില്ലാത്ത വലിയ വലിയ ക്യാമ്പസുകളാണ് നമ്മുടെ ക്യാമ്പസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത്. നിങ്ങൾ ആനന്ദം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? വിനീത് ശ്രീനിവാസൻ എഴുതിയ. അതിനകത്തൊരു പരിപാടിയുണ്ട്, ഈ IB എന്ന് പറയുന്ന പരിപാടി. ഒരു ബസ് വിളിക്കുക, നമ്മളെല്ലാവരും കൂടെ പോകുക, എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ പരിപാടി എന്താ? ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ്. ഇപ്പോൾ നമ്മുടെ ഈ 1,25,000 നമ്മൾ ഈ വീഡിയോയിൽ ഒത്തിരി പ്രാവശ്യം പറഞ്ഞ സംഭവമാണ്. ഈ 1,25,000 നമ്മുടെ ഈ 2 ഇയേഴ്സിലെ എക്സാം ഫീസ്, അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ്, എല്ലാത്തിനുള്ള എമൗണ്ട് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരു സിംഗിൾ റുപ്പി പോലും ഒരു കുട്ടിയും പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് ഉണ്ട്, ഇന്റേൺഷിപ്പ് ഉണ്ട്. ആ ഇന്റേൺഷിപ്പിൻ്റെ അത് പെയ്ഡ് ഇന്റേൺഷിപ്പ്, അതായത് കുട്ടികൾക്ക് ഇന്റേൺഷിപ്പിൻ്റെ സമയത്ത് അവർക്ക് അങ്ങോട്ട് എമൗണ്ട് കിട്ടുകയാണ് ചെയ്യുക. IBയുടെ പൈസ അടക്കം. അതെ. ഇവൻ ലൈബ്രറി ഫീസ്, ഇപ്പോൾ ലൈബ്രറി ഫീസ് എന്ന് പറഞ്ഞാൽ 100-200 IB വരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും തല്ലുണ്ടാക്കണ്ട. വേണ്ട. എനിക്ക് 3,000 രൂപ വേണം, അല്ലെങ്കിൽ 5,000 രൂപ വേണം. ഓൾറെഡി ഇറ്റ്സ് പെയ്ഡ്. അതെ. ഇനി ഇയാളോട് എനിക്ക് ചോദിക്കുക, എൻ്റെ കയ്യിലുള്ള എല്ലാം തീർന്നു. ഓക്കെ. റാഗിംഗ് ഫ്രീ ക്യാമ്പസാണ് എല്ലാ ക്യാമ്പസുകളും. പിന്നെ അതിന് പ്രത്യേക സെല്ലുകളും കാര്യങ്ങളൊക്കെ എല്ലാ ക്യാമ്പസുകളും ഉണ്ട്. പിന്നെ നമ്മുടെ പല ക്യാമ്പസുകളിൽ നിന്നും മോശമായിട്ടുള്ള പല സംഭവങ്ങളും കേൾക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നും ഇതുവരെ അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.